ഹലോ, അസ്സലാമലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഷിയാദിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പ്ലാന്റാണ്. 2 ഫെനലോപ്സിസും 2 ഡെൻഡ്രോബിയുമാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യാം കേട്ടോ. പ്ലാന്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് കാണാമല്ലോ. വലിയ ബോക്സാണ് കേട്ടോ. ഫ്ലവറുള്ള പ്ലാന്റ് അതായിരിക്കും, അല്ലെങ്കിൽ ഇത്ര വലിയ ബോക്സ് ആവില്ലല്ലോ. നല്ല കട്ടിയിൽ നല്ല ബോക്സാണ്, കനല്ലാത്തതൊന്നുമല്ല. അതിൻ്റെ ഉള്ളിൽ ചട്ടപ്പെട്ടിയൊക്കെ വെച്ചോ, പ്ലാന്റ് കേടുവരാതിരിക്കാനാവേ. പൂവുള്ള തന്നെയാണ് കേട്ടോ. ഫെനലോപ്സിസാണ് 2 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വലിയ പൂവാ തോന്നുന്നു കേട്ടോ, എന്താണെന്ന് അറിയില്ല. പ്ലാന്റിനെക്കാളും വെയിറ്റ് ഉണ്ട്. കോലൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് വരുമ്പോൾ തന്നെ. ഇത് ചെറിയ പൂക്കളാണ്, എന്നാൽ അത്യാവശ്യം വലുപ്പമുണ്ട്, നന്ന ചെറുതല്ല. ഇതിപ്പോൾ ഒരു പുതിയ മോഡൽ പ്ലാന്റ് വന്നല്ലോ, അതാണ് കേട്ടോ. ഇത് നിറയെ പൂക്കുന്ന ടൈപ്പാണ് കേട്ടോ. കാണാനൊരു പ്രത്യേകത ഉള്ള പൂവാണ്. എല്ലാ ഫെനലോപ്സിസിൻ്റെയും പോലെയല്ല ഈ പൂവ്. ഒരു പ്ലാന്റ് ഇതാണ്. നല്ലൊരു പ്ലാന്റാണ് കേട്ടോ അത്. ഒരു പ്ലാന്റും കൂടി ഉണ്ട്. അതിൻ്റെ പൂവ് ഒടിഞ്ഞു തൂങ്ങിയ മാതിരി ഉണ്ട്. കീടന്നേക്കണോ നോക്കാം കേട്ടോ. പൂവിൻ്റെ വെയിറ്റ് അത്രക്കും ഉണ്ട്. ഒടിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, വൈറ്റാണ്. ഞാനിത് പൂവ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ട് ഇതിന് ഓർഡർ കൊടുത്തിരുന്നു കേട്ടോ. വൈറ്റിൽ ഒരു വൈലറ്റ് ചെറിയ ചെറിയ പുള്ളികൾ കേട്ടോ, കണ്ടില്ലേ? വലിയ പൂവാണ് കേട്ടോ. പൂവിൻ്റെ വെയിറ്റ് കൊണ്ട് അത് താങ്ങാൻ പറ്റണില്ല. അത് അങ്ങനെ നിൽക്കണില്ല. അത് കോല് കുത്തി കൊടുത്തുകാണ്ട് നിർത്തിയെങ്കിൽ തന്നെ നിൽക്കുള്ളൂ. നല്ല പ്ലാനാണ്. ഇത് ഡെൻഡ്രോബിയ കേട്ടോ. 2 ഡെൻഡ്രോബിയത്തിന് പറഞ്ഞിരുന്നു. അതാണ് കേട്ടോ. ഇനിയൊന്നുമില്ല. അങ്ങനെ 4 പ്ലാന്റാണ് വന്നിട്ടുള്ളത്. അത് അത്യാവശ്യം തെറ്റില്ലാത്ത നല്ലൊരു കടയാണ്, നല്ല റൂട്ടൊക്കെ ഉണ്ട്. ഇതും അതുപോലെ തന്നെ നല്ലൊരു പ്ലാന്റാണ്. ഇത് നമ്മളെ വൈറ്റ് പൂവിൻ്റെ പ്ലാന്റ്. 4, 5, 6 ലീഫൊക്കെ ഉണ്ട്. പിന്നെ പൂവ് ഇതാണ്, കണ്ടില്ലേ? പൂവിൻ്റെ ഭംഗി നോക്കി. ആ വൈലറ്റ് പുള്ളിയാണ് കേട്ടോ. അത് വിരിഞ്ഞ് നിൽക്കണ കാണാൻ എന്തൊരു ഭംഗിയാ അറിയോ. കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുള്ള പൂവാണ് കേട്ടോ. പക്ഷെ പൂവ് ഭയങ്കര വെയിറ്റാണ്. കോലൊക്കെ കുത്തി കൊടുത്ത് താങ്ങി നിർത്തേണ്ടി വരും. നല്ല വെയിറ്റുള്ള പൂക്കളാണ്, നല്ല വലുപ്പമുണ്ട്. കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ? നിറയെ പൂവുണ്ട്. അത് നേരെ നിൽക്കുന്നില്ല കേട്ടോ അതിൻ്റെ വെയിറ്റ് കൊണ്ട്. ഇനി അത് പോട്ട് ചെയ്യണം നമുക്ക്. പോട്ട് ചെയ്യണ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുകൊണ്ട്. ഇല്ലെങ്കിൽ ഞാനത് കാണിക്കില്ല. എപ്പോഴും നമ്മളിങ്ങനെ ഇടണമല്ല, അതുകൊണ്ട് കാണിക്കണ്ടെന്നാണ് കരുതണേ. ഇനി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ ഞാനത് പോട്ട് ചെയ്യണത് കാണിക്കാം. ഈ പൂ നോക്കൂ, എന്താ ഭംഗിയില്ലേ? ഒരു വവ്വാൽ അതിൻ്റെ ഉള്ളിൽ തൂങ്ങി നിൽക്കുന്ന പോലെ ഉണ്ട്. കയ്യും കാലും ഒക്കെ ഉണ്ടായിട്ട് 2 കൈ കൊണ്ട് ഇങ്ങനെ ചിറക് വിരിച്ച് നിൽക്കുന്ന പോലെ. വാലും കൊമ്പും ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, മേലേക്ക് നെറുകയ്ക്ക് ഒരു കൊമ്പും ഉണ്ട്. ഒരു പ്രത്യേക ഭംഗിയില്ലേ അതിൻ്റെ ലിപ്പ് കാണാൻ. ഒരു വെറൈറ്റി പൂവാണ് കേട്ടോ.
ഇതിപ്പോൾ എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോൾ എല്ലായിടത്തും ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ 1-2 നഴ്സറിയിൽ ഇപ്പോൾ ഇത് സ്റ്റാറ്റസ് ഞാൻ കണ്ടിരുന്നു. അതിൻ്റെ ഭംഗി നോക്കൂ. അതിൻ്റെ ഉള്ളിലൊരു കുട്ടി ഇരിക്കുന്ന പോലെ, എന്തൊക്കെ വവ്വാലോ കുട്ടിയോ, കണ്ണും മുഖവും പുരികൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള പൂവാണ്. അതിൻ്റെ പ്ലാന്റാണിത് കേട്ടോ. അതും നല്ലൊരു പ്ലാന്റാണ്. റൂട്ടൊക്കെ നല്ല റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അൺബോക്സ് ചെയ്തത്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ. ഈ പ്ലാന്റ് വാങ്ങിയത് ഷിയാദിൻ്റെ കയ്യിൽ നിന്നാണ്, ആലപ്പുഴയിലുള്ള സിയ ഓർക്കിഡ്സ് എന്ന്. ആർക്കെങ്കിലും വേണമെങ്കിൽ അവൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കിട്ടും കേട്ടോ. എപ്പോഴും പറയാവുകൊണ്ട് നിങ്ങൾക്ക് അറിയാണ്ടാവും അവൻ്റെ നമ്പർ. അതുകൊണ്ട് ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല. എൻ്റെ ഏതെങ്കിലും അൺബോക്സിങ് വീഡിയോയിൽ ഉണ്ടാവും നമ്പർ. ഇല്ലെങ്കിൽ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. നല്ലൊരു പ്ലാന്റാണ് കേട്ടോ, കണ്ടല്ലോ. Thank you for watching.